കീക്കോ, എന്റെ മിസൈൽ കൊണ്ടിട്ടും ആ റോക്കുകൾ ഒട്ടും തകർന്നിട്ടില്ല. ആ ഗ്ലൗസ് തീർച്ചയായിട്ടും പവർ ബൂസ്റ്റേഴ്സ് ആയിരിക്കും. എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം. അച്ചോ, അയ്യോ മേയറെ, ഞാൻ അവിടെ പാർക്കിൽ എക്സസൈസ് ചെയ്യാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. പക്ഷെ നിങ്ങളോ TV കാണുന്നു. നോട്ട് ഫെയർ. ഞാൻ ആ കാര്യം പറയാൻ നിന്നോട് മറന്നുപോയി. ഇന്ന് ടിവിയിൽ വേൾഡ് ഫേമസ് ഗെയിം ഷോ നോബഡി സർവൈവ്സിന്റെ ലൈവ് ടെലികാസ്റ്റ് വരാൻ പോവുകയാണ്. നോബഡി സർവൈവ്സോ? അയ്യോ, ഇതല്പം പ്രശ്നം പിടിച്ച കളിയാണല്ലോ. ഈ ഗെയിമിൽ പ്ലേയേഴ്സ് അതിഭയങ്കരമായ ഹെഡൽസ് പാസ് ചെയ്യണം. ഈ ഗെയിമിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊരു പ്ലെയർ ആണോ എല്ലാ സ്റ്റേജസും ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അവനായിരിക്കും വിന്നർ. അയ്യോ, ഇത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. ശരി, ഇന്ന് ഏതൊക്കെ പ്ലേയേഴ്സാ ഈ ഗെയിം കളിക്കാൻ പോകുന്നേ? അത് ഗെയിം സ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ നിനക്കൊരു കാര്യം അറിയട്ടോ പോണ, ഈ ദിവസം വരെ ഈ ഗെയിമിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ 3 സ്റ്റേജസും അത് ആരും ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ലെന്നാണോ? അയ്യോ, എന്ന് വെച്ചാൽ ഈ ഗെയിമിൽ കളിക്കാൻ ആരൊക്കെ പോയോ അവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ലെന്നാണോ പറയുന്നത്? ഇടാ ടോണി, നീ ഇത്രയ്ക്ക് ധൃതി പിടിച്ച് എങ്ങോട്ടാ ഓടുന്നത്? കീക്കോ, വീട്ടിലെ നോബഡി സർവൈവ് എന്ന ഗെയിമിന്റെ ലൈവ് ടെലികാസ്റ്റ് കാണാൻ പോവാ. നീയും വാ, നമുക്ക് ഒന്നിച്ച് കാണാം. നല്ല രസമായിരിക്കുന്നേ. ഇങ്ങനെ ഡേഞ്ചറസ് ഗെയിമിനെ ടിവിയിൽ കാണിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. അത് സാധാരണ റോങ് അല്ല, വെരി റോങ്. വെരി 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 റോങ്. പിന്നെ ഞങ്ങളെ ഈ റോങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വി ഫൈറ്റ് ഫോർ റൈറ്റ്. അല്ലേ കീക്കോ? ഈ നിമിഷം പോലെ ഞാൻ ഡോണറ്റ് കഴിച്ചിട്ട് എന്റെ വിശപ്പിന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. സോറി, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഹെൽപ്പ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ലെന്നേ. ഞങ്ങളുടെ ടോണി ബോസ് ഇങ്ങനെ ചെല്ലിപ്പുറണ്ട് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെങ്കിലും നമ്മുടെ ടോണി ബോസിന്റെ എല്ലുകൾ എണ്ണുകയാണെങ്കിൽ കൊള്ളായിരുന്നു. നീ പറഞ്ഞ ശരിയാ. ഇപ്പൊ കൂടുതലായി സഹായം ആവശ്യമുള്ളത് ടോണി ബോസിനെക്കാളും അയാൾക്കാണെന്ന് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങളെ ആരാ ഇങ്ങനെ അടിച്ച് അവശനാക്കിയത്? എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം അങ്കിൾ. പക്ഷേ എന്താ നിങ്ങളുടെ പ്രശ്നം? അതാദ്യം പറയൂ. ഞാനും എന്റെ മോനും ഹൈവേയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഗുണ്ടകൾ പെട്ടെന്ന് എന്റെ കാറിനെ ബ്ലോക്ക് ചെയ്തു. പിന്നെ അവരെന്റെ മോനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി കളഞ്ഞു. കിഡ്നാപ്പിംഗ് ചെയ്യുന്നതിന് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ക്രൈം. ഒരുപാട് പണം എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുക. അത് കൊള്ളാം. കിഡ്നാപ്പേഴ്സ് നിങ്ങളുടെ അടുത്ത് പൈസയല്ലേ ചോദിച്ചിരിക്കുന്നേ? പിന്നെ എന്തിനാ നിങ്ങൾ കീക്കോയെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത്? കാരണം കീക്കോ പണം കൊടുക്കാതെ തന്നെ അങ്കിളിന്റെ മോനെ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാം. അതേ കീക്കോ, ഒന്ന് വേഗം വാ, നമുക്ക് പൊട്ടും സമയമില്ല. ഓക്കെ അങ്കിൾ. പക്ഷേ ഞാനിപ്പോ ആലോചിക്കുന്നത്, കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ R7 എന്താ ബ്ലിങ്ക് ആവാത്തത്? കീക്കോ, നീ ഇവിടെ നിന്ന് R7നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് ഈ അങ്കിളുടെ മോനെ രക്ഷിച്ചു കൊണ്ടുവന്നേക്കാം. ഇത് മാത്രം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സൺ സിറ്റിയിലെ ഹീറോ ഞാനായിരിക്കും. ഇല്ല ടോണി, ആ അതിഭയങ്കരമായ ഗുണ്ടകളെ തനിച്ച് നിനക്ക് കൈകാര്യം ചെയ്യാനാവില്ല. നമുക്ക് തീർച്ചയായിട്ടും കിക്കോയുടെ സഹായം ആവശ്യമുണ്ടാകും. എന്റെ ദൈവമേ, ആരാ ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയത്? ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. അങ്കിൾ, ഉറപ്പാണോ കിഡ്നാപ്പേഴ്സ് ഈ സ്ഥലത്തേക്കാണോ വരാൻ പറഞ്ഞത്? ഇതിലെഴുതിയിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ അഡ്രസ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നാ. കിക്കോ, നീ ഈ സ്ഥലമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കെ. അതിനിടയ്ക്ക് ഞാൻ അകത്തേക്ക് പോയിട്ട് ആ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ചെക്കനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേക്കാം. ദേ ഡോർ അവിടെയുണ്ട്. ഞാൻ ഉടൻ തന്നെ അകത്തേക്ക് പോവാണ്.
ഷെടാ, നമ്മുടെ ടോണിക്ക് ഇത് എന്താ പറ്റിയത്? അവനെന്താ ഇങ്ങനെയാണെന്ന് നിലവിളിച്ചത്? വരൂ നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. നീ ശരിക്കും എന്റെ വലയിൽ കുടുങ്ങിപ്പോയില്ലേ കിക്കോ? ചേടാ, എല്ലാവരും കൂടി എന്തിനാ എന്റെ മുകളിൽ വന്ന് വീണത്? ഒന്ന് മാറി നിക്ക്, അങ്ങോട്ട് നീങ്ങി നിക്ക്. എന്റെ ദൈവമേ, നമ്മളിത് എവിടെ വന്ന് എത്തിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ആ അങ്കിൾ തന്റെ മകനെ കിഡ്നാപ്പ് ചെയ്തു കള്ളം പറഞ്ഞിട്ട് നമ്മളെ കുടുക്കി കളഞ്ഞുന്നാ. അതുകൊണ്ട് R7 ബ്ലിങ്ക് ആവാത്തെ. വെൽക്കം ടു ദ ഗെയിംസ്. നോബഡി സർവൈവ്സ്. ആ മരമാണ് ഇപ്പൊ സംസാരിച്ചത്? അല്ലാതെ വോയിസ് ആ മരത്തിലുള്ള സ്പീക്കറിൽ നിന്നാണ് കേൾക്കുന്നത്. ദേ അങ്ങോട്ട് നോക്കിക്കേ, ആ സ്ഥലത്ത് ഒരുപാട് ക്യാമറസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് ഇപ്പൊ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. ഞാനത് ടെലികാസ്റ്റ് ചെയ്യും. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത് കണ്ടു രസിക്കും. പകരമായി എനിക്ക് ഒരുപാട് കാശ് ലഭിക്കും. ഗെയിമിംഗ് മാന്റെ ഗെയിം. ഇത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കാനും പറ്റും. ഇതുപോലെ ഞാൻ പലരെയും പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഗെയിമിൽ ഞാൻ അവരെ കുടുക്കിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് വളരെ ത്രില്ലിംഗ് ആയിരിക്കും. കാരണം സൺസിറ്റിയിലെ ഹീറോ കിക്കോ തന്റെ കൂട്ടുകാരുമായി ചേർന്ന് നിരന്തരം ഈ ഗെയിമിൽ കുടുങ്ങാൻ പോവുകയാണ്. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഇങ്ങനെ ഒരാളെ കമ്പൽ ചെയ്ത് ഗെയിമിൽ കളിപ്പിക്കുന്നത് വളരെ തെറ്റാണ് ഗെയിമിംഗ് മാൻ. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പുറത്തയച്ചിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കൂ. ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തേക്ക് വന്നേ പറ്റൂ കിക്കോ. വെറുതെ ചലവലാന്ന് സംസാരിച്ച സമയം കളയണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഗെയിമിൽ ടോട്ടലി 3 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിന്റെ എൻഡിലും ഒരു താക്കോൽ ഉണ്ടാവും. ആ താക്കോൽ നീ തെരഞ്ഞു കണ്ടെത്തണം. ഓരോ സ്റ്റേജും ക്രോസ് ചെയ്യുമ്പോൾ നിനക്കൊരു ഡോർ കാണാൻ പറ്റും. കിട്ടിയ താക്കോൽ കൊണ്ട് നീ ആ ഡോർ തുറക്കണം, അകത്തേക്ക് പോകണം. അങ്ങനെ 3 സ്റ്റേജും ക്രോസ് ചെയ്താൽ മാത്രമേ നിനക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയൂ. ഈ സ്റ്റേജസ് ക്രോസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതില് കാർഡ് ക്രോസ് ചെയ്തങ്ങ് പോയാ പോരെ. നീ വിചാരിക്കുന്ന പോലെ ആ സ്റ്റേജ് ക്രോസ് ചെയ്യുന്ന അത്ര ഈസി കാര്യമല്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ലാപ്ടോപ്പ് മൂലം ഗെയിമിൽ വരുന്ന ഓരോ ഹേഡൽസിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നിന്റെ പ്രോബ്ലംസ് അധികമാക്കിക്കൊണ്ടിരിക്കും. ഈ ഗെയിം ഈ നിമിഷം മുതൽ സ്റ്റാർട്ടായി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇത് കണ്ട് രസിക്കും. നൗ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഡോണ്ട് ടേക്ക് റെസ്റ്റ്. എല്ലാരും ഓടിക്കോ. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. നമ്മള് കീക്കോയും അവന്റെ ഫ്രണ്ട്സും അവിടെ ചെന്ന് ആ ഗെയിമിൽ എങ്ങനെയാ കുടുങ്ങിപ്പോയത്? അയ്യോ, നമ്മൾ ഉടനെ ആ സ്ഥലത്തേക്ക് ചെന്ന് എല്ലാവരെയും രക്ഷിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ടംബു അണ്ണ. ലെറ്റ്സ് ഗോ. പക്ഷേ ആ ഗെയിമിംഗ് സോൺ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ദേ അവിടെയുണ്ട് താക്കോൽ. ഫ്രണ്ട്സ്, നിങ്ങൾ ആ ക്രീപ്പേഴ്സിന്റെ ശ്രദ്ധ ഒരല്പം മാറ്റാൻ നോക്ക്. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. ഓക്കേ കിക്കോ, 3 വാക്കിൽ പറയണമെങ്കിൽ ഓൾ ദി ബെസ്റ്റ്.
ഇത്രയും പച്ച നിറമുള്ള ഇലകൾക്കിടയിൽ ഈ ചുവപ്പ് നിറമുള്ള ഇല എവിടുന്നാ വന്നത്? ചേടാ, ഈ ചുവന്ന ഇല ഞാൻ പറിച്ചതും ക്രീപ്പറിന്റെ സൈസ് ചെറുതായി പോയല്ലോ. ബാക്കിയുള്ള ചുവന്ന ഇലകളും പറിച്ചേക്കാം. കൂട്ടുകാരെ, ആ ക്രീപ്പേഴ്സിലുള്ള ചുവന്ന കളർ ഇല പറിച്ചെറിഞ്ഞേക്ക്. ആ താക്കോൽ ഞാനിപ്പോ എങ്ങനെ എടുക്കും? അങ്ങോട്ട് നോക്ക് കീക്കോ, ഒരു ഫ്ലൈയിങ് സൂട്ട്. അതായത് ഓരോ വീഡിയോ ഗെയിമിലും ഒരു പവർ ബൂസ്റ്റർ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഗെയിമിലും ഉണ്ടെന്നാ തോന്നുന്നത്. ആ ഫ്ലൈയിങ് സൂട്ട് അണിഞ്ഞിട്ട് നീ അവിടെ തന്നെ ചാവി എടുത്തോണ്ട് വാ. വേഗം ചെന്ന പവർ ബൂസ്റ്റ് എടുത്തിടൂ. ഓ, താക്കോൽ കിട്ടിക്കഴിഞ്ഞു കൂട്ടുകാരി. വരൂ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഈ താക്കോൽ വെച്ച് ഡോർ തുറക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ. ട്രൈ ചെയ്ത് നോക്കട്ടെ. എടാ കുട്ടിച്ചാത്തന്മാരെ, നിങ്ങൾ ഈ സ്റ്റേജ് പാസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് അതിഭയങ്കര പ്രോബ്ലം നിറഞ്ഞതായിരിക്കും. ഗെയിമിംഗ് മാന്റെ ഗെയിം. അത് വെച്ച് നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഈ സെക്കൻഡ് സ്റ്റേജ് വളരെ ഈസി ആയിരിക്കും തോന്നുന്നത്. ഈ ലാവ ഒഴുകുന്ന സ്ഥലം ക്രോസ് ചെയ്ത് നമുക്കങ്ങ് പോകണം. എന്റെ ദൈവമേ, താഴെ മൊത്തം ലാവയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ ഈ ഡോഡോ തന്തൂരി ഡോഡോ ആവുന്ന തോന്നുന്നത്. ഈ സ്ഥലം ക്രോസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിക്കുന്നതാ നല്ലത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഇവിടുന്ന് സേഫ് ആയിട്ട് രക്ഷപ്പെടാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഷുവർ കീക്കോ. ബഡി, ഫോർമുല നമ്പർ 669. ലവ്ലി ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 666. ഇപ്പൊ ഓക്കെ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ഈ സ്ഥലം മുഴുവൻ പൊട്ടി തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും താഴേക്ക് പോകേണ്ടി വരും. അതിനു മുമ്പ് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ ബഡി, ലെറ്റ്സ് ഗോ. ഡോണ്ട് വറി ട്വിങ്കിൾ, ഞാനുള്ളപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട.
ഗെയിമിംഗ് മാന്റെ ഗെയിം അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. അയ്യോ, ഈ സ്റ്റേജില് ആ മലയ്ക്കകത്ത് ലാൻഡ് മൈൻ പതുക്കി വെച്ചിരിക്കുകയാണ്. ദേ അവിടെയുണ്ട് അടുത്ത താക്കോൽ. കീക്കോ, ഈ സ്ഥലത്ത് ലാൻഡ് മൈൻസിന് വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 35 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 35 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ മുഴുവൻ ഞാൻ സ്കാൻ ചെയ്തേക്കാം. കീക്കോ, ഇത് കണ്ടോ? ആ പോളിന് ചുറ്റും 4 സ്ഥലത്തും ലാൻഡ് മൈൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ കീ എടുക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 12 അപ്ലൈ ചെയ്യ്. കൂൾ ഐഡിയ ബഡി. അപ്ലൈയിങ് ഫോർമുല 12. സൂപ്പർ സ്പീഡോ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി കിട്ടിക്കഴിഞ്ഞോ. ഞാനിപ്പോ ആ സ്ഥലത്തേക്കാ പോകുന്നേ. നീ എല്ലാരെയും വിളിച്ചോണ്ട് വന്നേക്ക്. ഓക്കേ കീക്കോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 95. ഓക്കേ ബഡി. കീക്കോ, എന്റെ മിസൈൽ കൊണ്ടിട്ടും ആ റോക്കുകൾ ഒട്ടും തകർന്നിട്ടില്ല. ആ ഗ്ലൗസ് തീർച്ചയായിട്ടും പവർ ബൂസ്റ്റേഴ്സ് ആയിരിക്കും. എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം. അവർ ഈ സ്റ്റേജും ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അടുത്ത സ്റ്റേജ് ക്രോസ് ചെയ്യുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ഈ പ്രാവശ്യം അവരെ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഗെയിമിംഗ് മാന്റെ ഗെയിം അത് വെച്ച് ഞാൻ നെയിം ആൻഡ് ഫെയിം സമ്പാദിക്കും. ഇവിടെ ആ താക്കോലും വാതിലും തേടി കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യ. പ്രശ്നമില്ലെങ്കിൽ ത്രിൽ ഉണ്ടാവില്ല. ഡോണ്ട് വറി കീക്കോ, എല്ലാം ശരിയാക്കാം. ഈ പ്ലാറ്റ്ഫോം തകർന്നുകൊണ്ടിരിക്കുക സൂപ്പർ സ്പീഡോ. വേഗം അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലേ. സൂപ്പർ സ്പീഡോ, നിന്റെ ഫ്ലൈയിങ് മോഡ് ഓൺ ചെയ്യേ. ഇപ്പോഴത് ചെയ്യാൻ പറ്റില്ല കീക്കോ. മിസൈൽ ഇടിച്ചത് കൊണ്ട് എന്റെ സിസ്റ്റം ഹാങ് ആയി പോയി. അത് റീബൂട്ട് ആവാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ എനിക്ക് പറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് സമയത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത കീയും ഡോറും കണ്ടെത്തിയേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ക്ലൗഡ്സിനടുത്തേക്ക് പോകുമ്പോ അത് നമ്മളെ വിട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർമുല നമ്പർ 242 അപ്ലൈ ചെയ്യേ. സൂപ്പർ ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 242. ഇനി നമുക്ക് ആ ഡോർ മാത്രം തേടി കണ്ടെത്തണം. ദേ അവിടെയുണ്ട് ഡോർ. പക്ഷെ ഡോറിനടുത്തേക്ക് പോകാനുള്ള വഴി വളരെ നാരോ ആണ്. ആദ്യം ഞാൻ അവിടെ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നീ എല്ലാരും വിളിച്ചോണ്ട് വന്നേക്ക്. ഷുവർ കീക്കോ. അതിനും എന്റെ സിസ്റ്റം തീർച്ചയായിട്ടും റീബൂട്ട് ആവുമെന്നാണ് തോന്നുന്നത്.
പിന്നെ ഞാൻ വളരെ ഈസി ആയിട്ട് ഫ്ലൈ ചെയ്ത് അവിടെ എത്തിച്ചേരും. ഈ ബ്രിഡ്ജ് ഭയങ്കര സ്ലിപ്പറിയാണ്. ഈ സ്ഥലം പാസ് ചെയ്ത് പോവാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും പവർ ബൂസ്റ്റർ ഉണ്ടാവും. പക്ഷെ അത് എവിടെയാ ഉള്ളത്? ഈ സ്റ്റേജിന്റെ പവർ ബൂസ്റ്റർ ദേ അവിടെയുണ്ട്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യ്. ഓക്കെ ബാഡി. സൂപ്പർ സ്പീഡോ നിന്റെ സിസ്റ്റം റീബൂട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. ഒരു അല്പസമയത്തിനുള്ളിൽ എല്ലാം ശരിയാകും. ഇപ്പൊ വന്നേക്കാം. പക്ഷേ കണ്ടോ, കലക്കി കളഞ്ഞില്ലേ അവര്. ആദ്യമായിട്ട് നോബഡി സർവൈവ് ഗെയിമിൽ ഒരാള് വിജയിച്ചിരിക്കാം. കീക്കോ എന്നെ പോലെ വളരെ ടാലന്റഡ് ആണ്, ധൈര്യശാലിയുമാണ്. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ ഡിസൈൻ ചെയ്ത ഗെയിമിൽ അവരെങ്ങനെയാണ് ജയിച്ചത്? നോ പ്രോബ്ലം. ഈ പ്രാവശ്യം കിക്കോ എങ്ങനെയോ ജയിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ അത്രയ്ക്ക് ടഫായ ഒരു ഗെയിം ഡിസൈൻ ചെയ്യും. കിക്കോക്ക് അതിന്റെ ആദ്യത്തെ സ്റ്റേജ് പോലും ക്രോസ് ചെയ്യാൻ കഴിയില്ല. കിക്കോ വന്ന് പിടികൂടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് നൈസായി എസ്കേപ്പ് ആയേ പറ്റൂ. ഗെയിമിംഗ് മാൻ, ഇതോടെ നിന്റെ ഗെയിം ഓവർ. കിക്കോ, ഗെയിം ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് എന്റെ ഗെയിം ഒരിക്കലും ഓവർ ആവില്ല. ഗെയിമിംഗ് മാന്റെ ഗെയിം വെച്ച് ഞാൻ കോടാനുകോടി സമ്പാദിക്കും. ബൈ ബൈ. സോറി, അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ എല്ലാവരും ചെയ്ത് എന്ത് കാര്യം ചെയ്തിരിക്കുന്നത്? എന്റെ ലാപ്ടോപ്പ് തകർത്തു അല്ലേ? അതില്ലാതെ ഗെയിം ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്യും, എങ്ങനെ കൺട്രോൾ ചെയ്യും? നീ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം എന്റെ മുൻപിൽ ഒന്ന് ഫ്ലാറ്റ് ആയി കിടക്കുന്നത് കണ്ടില്ലേ? എന്താ പറഞ്ഞ സാർ? പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഇതോടെ നോബഡി സർവൈവ് ഗെയിം ക്ലോസ്. ഇനി ആരും ഒരിക്കലും ഈ ഗെയിമിൽ കളിക്കില്ല. സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് ആ UFOയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഫോർമുല നമ്പർ 99. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 99. ഒന്നും പറ്റുന്നില്ല. ഞാൻ 2 മിസൈൽസ് അയച്ചു. UFO എനിക്കെതിരെ 3 എണ്ണം അയച്ചു. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കീക്കോ. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബ്ലാസ്റ്റ് ആയതുകൊണ്ട് എന്റെ സിസ്റ്റം ടോട്ടൽ ഡാമേജ് ആയിപ്പോയി. ഡോറെല്ലാം ഇപ്പോൾ ജാം ആയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിന്നെ പുറത്തേക്ക് അയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്.
2 വേർഡിൽ പറയണമെങ്കിൽ ട്രൈ അഗൈൻ. അല്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. വീണ്ടും ഞാൻ കാലുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്ത് നോക്കാം. ഈ ആടിക്കൊണ്ടിരിക്കുന്ന കലങ്ങളെ കാണുമ്പോ എന്റെ വയറ്റിലുള്ള വിശപ്പും ഇതുപോലെ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു കുൽഫി കഴിച്ചോട്ടെ. ട്വിങ്കിൾ, ഡോഡോ, ഇത്തവണ നിങ്ങൾ ആ കലം നല്ലവണ്ണം ഷേക്ക് ചെയ്യണം. ഞാൻ ഫുൾ സ്പീഡിൽ വന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. കലക്കി കീക്കോ. 2 വേർഡിൽ പറയണമെങ്കിൽ അൾട്ടിമേറ്റ് അക്യുറസി. സാധാരണ അൾട്ടിമേറ്റ് അല്ല, സൂപ്പർ അൾട്ടിമേറ്റ്. അതേ കേക്കൂ, നീ ഒറ്റ കേക്കിൽ 2-3 കലങ്ങളെയാ തട്ടിത്തെറിപ്പിച്ചത്. പിന്നെ നീ എന്തിനാ വേണ്ട ഈ കാറ്റിലാടുന്ന കലങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നത്? കാരണം ലോകത്തുള്ള ഏത് ആപത്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒന്നും പറയാൻ പറ്റില്ല. വളരെ വ്യത്യസ്തനായ എതിരാളി ഇങ്ങോട്ട് വരികയാണെങ്കിൽ, കാറ്റിൽ പറന്നുകൊണ്ട് ഇവിടുന്ന് അവൻ ചാടി ചാടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോ അവനെ ഫേസ് ചെയ്യാൻ നിന്റെ ഈ കിക്ക് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി യൂസ്ഫുൾ. സാധാരണ യൂസ്ഫുൾ അല്ല, വെരി വെരി യൂസ്ഫുൾ. നീ ഇങ്ങനെ ചാടി ചാടി അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോ എന്റെ വയറ്റിലുള്ള വിശപ്പ അതും ചാടി തുടങ്ങിയിരിക്കുക. ഒരൽപ്പം കഴിച്ചോട്ടെ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണ. ഗുഡ് മോർണിംഗ് കിക്കോ. ഇന്ന് ഞാൻ എന്റെ പേഴ്സണൽ ഗാർഡനിൽ ഫ്ലാറ്റ്സ് കെട്ടാനുള്ള ജോലിയിലായിരുന്നു. അവിടുന്ന് എനിക്ക് എന്താ കിട്ടിയതെന്നറിയോ? വാവ്, ഇത് വളരെ പഴയ കണ്ണാണെന്ന് തോന്നല്ലോ. സാധാരണ പഴയതല്ല, വളരെ പഴയത്. എന്റെ ഈ വയറ്റിലുള്ള വിശപ്പ് പോലെ. എന്നാ ഞാനൊരു അല്പം കഴിച്ചോട്ടെ. അതെ, ആ ഗണ്ണിനകത്ത് എത്ര ബുള്ളറ്റ് ഉണ്ട്? ഇതിനകത്ത് ഒരു ബുള്ളറ്റ് പോലുമില്ല. എല്ലാം തീർന്നു പോയിന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അയാൾ ആ ദേഷ്യത്തിൽ ഈ ഗണ്ണ് വലിച്ചെറിഞ്ഞിട്ട് പോയത്. ഹേയ്, ഒരു കുഴപ്പവുമില്ല. ഇന്നു മുതൽ ഈ ഗണ്ണ് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കയ്യിൽ നിന്നും രക്ഷിക്കാൻ പോവുകയാണ്. സാമ്രാജ്യമില്ലാത്ത രാജാവും ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണും വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? പറയൂ. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണ് വെച്ചുകൊണ്ട് മേയർ എങ്ങനെ സൺസിറ്റിയെ രക്ഷിക്കുക? സിമ്പിൾ ആണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗണ്ണിനകത്ത് ബുള്ളറ്റ് ഒന്നുമില്ല. ആ കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ നിങ്ങൾക്കും അറിയാം. പക്ഷേ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഈ കാര്യം അറിയില്ലല്ലോ. ഇത് എംപ്റ്റി ആണെന്ന്. കലക്കി മേയർ, അടിപൊളി ഡയലോഗാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. കലക്കി മേയർ അങ്കിൾ, ആ ഗണ്ണ് കാണാൻ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ചു നേരം കളിച്ചോട്ടെ. വേണ്ട, ഡോണ്ട് ടച്ച്. ഇത് ഒറിജിനൽ ഗണ്ണ് തന്നെയാണ്. ഇത് കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ടോയ് ഗണ്ണല്ല. ഇനി ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കൊള്ളാം, കലക്കി. ഇതിപ്പോ കാണാൻ പുത്തം പുതിയ ഗണ്ണ് പോലെയുണ്ട്. ഈ ഗണ്ണ് വെച്ചുകൊണ്ട് ഞാൻ സൺസിറ്റിയുടെ രക്ഷകനായി മാറാൻ പോവുകയാണ്. അയ്യോ, രാത്രി സമയത്ത് എന്താ R7 ബ്ലിങ്ക് ആവുന്നേ? എന്ന് വെച്ചാ ഇവിടെ അടുത്തെവിടെയോ ആപത്തുണ്ടെന്ന് അർത്ഥം. ഞാൻ പുറത്തു ചെന്ന് ഉടനെ ചെക്ക് ചെയ്യണം. പെട്ടെന്ന് ലൈറ്റ്സിന് എന്താ പറ്റിയത്?
ഓ എന്റെ ദൈവമേ, ഈ UFO എവിടെ നിന്നാ ഇപ്പൊ വന്നത്? അത് ഇവിടെ ഞാനൊരല്പം കഴിച്ചോട്ടെ. അയ്യോ, ഈ UFO എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം? UFOയെ 3 വേർഡിൽ പറയണമെന്നുണ്ടെങ്കിൽ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതായത് സ്പേസ് ക്രാഫ്റ്റ്. അതിനകത്ത് ഏലിയൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും ഇവൻ ഏലിയൻ തന്നെയാണ്. അവൻ എന്തൊരു പൊക്കമാണെന്ന് നോക്കിയേ. നമ്മുടെ ഈ സൺസിറ്റിയെ ഏലിയന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ ആരാ? എന്തിനാ സൺസിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്? ഇതേത് തരം ഭാഷയാ? അയ്യോ, ഇയാൾ സംസാരിക്കുന്ന കേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നേ. അയാള് പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നത്. ഹലോ, ഒരു മിനിറ്റ്. നമുക്കിപ്പോ പല ലാംഗ്വേജസ് അറിയുന്ന ആളാണ് ആവശ്യം. ഏലിയന്റെ ഭാഷ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് പറഞ്ഞു തരണം. ഈ ജോലി നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഞാനെങ്ങനെ ചെയ്യാൻ പറ്റും? റൈറ്റ് കിക്കോ, ചട്പട്ട് അങ്കിളിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ലാംഗ്വേജും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂനിയർ അങ്കിൾ, നിങ്ങൾ ദയവേത് ഒരു പ്രാവശ്യം ഏലിയനോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്ന കിക്കോ, അതുകൊണ്ട് ഞാൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇടാ ജൂനിയർ, അവൻ എന്തായി പറയുന്നത്? ഗാർബേജ്. എന്തോന്ന് ഗാർബേജോ? അവൻ സംസാരിക്കുന്നത് ഗാർബേജ് ആണോ? അവന്റെ പ്ലാനറ്റ് ഗാർബേജ് ആണോ? അതല്ല സാറേ, അവൻ ചോദിക്കുന്നത് ഗണ്ണാണ്. എന്റെ മുത്തശ്ശന്റെ കാലത്തുള്ള പഴയ ഗണ്ണാണ് അവൻ ചോദിക്കുന്നത്. അത് മേയറിന് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയതായി പറഞ്ഞില്ലേ? ആ ഗൺ എനിക്ക് എന്റെ വീടിന്റെ ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അതെങ്ങനെയാണ് ഏലിയന്റെ മുത്തച്ഛന്റെ ഗണ്ണായി മാറുന്നത്? അയാളിപ്പോ പറഞ്ഞു വരുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അയാളുടെ മുത്തശ്ശൻ ഭൂമിയിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഇയാളുടെ മുത്തശ്ശൻ കുറച്ചു ദിവസം വെക്കാനായി ഏതോ ഒരാളുടെ കയ്യിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം അയാള് ആ ഗണ്ണിനെ തന്റെ മുത്തശ്ശന്റെ കയ്യിൽ കൊടുത്തിരുന്നില്ല. വാങ്ങിച്ചവനല്ലേ തിരിച്ചു കൊടുക്കാതെ പോയത്? അതിനുവേണ്ടി ഞാനിതിനെ തിരിച്ചു കൊടുക്കുന്നത്. അയാൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് അയാളുടെ മുത്തശ്ശന്റെ ഗണ്ണിപ്പോ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിലേ സൺസിറ്റി മൊത്തം കളിക്ക് മറക്കാന്നാ പറയുന്നത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ അവൻ ചെയ്യുമെന്നാ പറയുന്നേ. ആദ്യം നമുക്ക് ബിൽഡിംഗിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കണം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഒന്ന് വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ആ ബിൽഡിംഗിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കണം. നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല. സൂപ്പർ സ്പീഡോ, ജനങ്ങൾ താഴെ വീണോണ്ടിരിക്കുക. ഫോർമുല നമ്പർ 333. ഷുവർ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 333. ബിൽഡിംഗിന്റെ ഭാഗങ്ങൾ തകർന്ന് ജനങ്ങളുടെ മേത്ത് വീഴാണെങ്കിൽ അവരുടെ ജീവൻ ആപത്താ. വേഗം ഫോർമുല നമ്പർ 148. ഗുഡ് ഐഡിയ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 148. ബിൽഡിംഗിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞു കീക്കോ. പ്രോബ്ലം സോൾവ്. സോറി ഏലിയൻ, നീ പറഞ്ഞതിൽ ഒരു വാക്കുപോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ ചെറിയൊരു കണ്ണിന് വേണ്ടി ഇവിടെ വന്ന് ആക്രമിക്കുന്നത് വലിയ തെറ്റാ.
ഏലിയനെ ടച്ച് ചെയ്തതും എനിക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചത്? സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് ആ UFOയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഫോർമുല നമ്പർ 99. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 99. ഒന്നും പറ്റുന്നില്ല. ഞാൻ 2 മിസൈൽസ് അയച്ചു. UFO എനിക്കെതിരെ 3 എണ്ണം അയച്ചു. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കീക്കോ. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബ്ലാസ്റ്റ് ആയതുകൊണ്ട് എന്റെ സിസ്റ്റം ടോട്ടൽ ഡാമേജ് ആയി പോയി. ഡോറെല്ലാം ഇപ്പോൾ ജാം ആയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിന്നെ പുറത്തേക്ക് അയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നീ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ. ആദ്യം നീ ശരിയാവാൻ നോക്ക്. മറ്റൊരു കാര്യം, ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും പോവില്ല. ഇനി ഒരു ബ്ലാസ്റ്റ് എന്റെ ദേഹത്തോട്ട് വന്ന് വീണാൽ പിന്നീട് ഒരിക്കലും എന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവും ഞാൻ. ഇന്ന് പിടിച്ചോ നിന്റെ മുത്തശ്ശന്റെ പഴയ ഗണ്ണ്. ഇതും കൊണ്ട് നീ അങ്ങ് പൊയ്ക്കോളൂ. എന്നിട്ട് കീക്കോയെയും സൂപ്പർ സ്പീഡോയും വിട്ടയക്കൂ. ആ ഗണ്ണ് എവിടെയാണ് കാണാതെ പോയത്? ഞാൻ വളരെ രഹസ്യമായിട്ട് ആ ബോക്സിനകത്ത് വെച്ചതാണല്ലോ. അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മളെ വാൺ ചെയ്തിട്ടാ പോയിരിക്കുന്നേ. വീണ്ടും തിരിച്ചു വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ ചോദിച്ചാ ഗണ്ണ് അവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലേ അവൻ ടോട്ടൽ സൺസിറ്റിയും തലകീഴായി മാറ്റുമെന്നാ പറഞ്ഞിട്ട് പോയിരിക്കുന്നേ. അയ്യോ, ആ ഏലിയൻ ഭയങ്കര പവർഫുൾ ആണെന്നാ തോന്നുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. ഇന്ന് ഞാൻ ശരിക്കും മൂഡൌട്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ എത്ര ഏലിയൻസിനെ എടുത്തിട്ട് പന്താടിയിട്ടുണ്ടെന്ന് അറിയോ? അവനൊക്കെ ഇരുന്ന സ്ഥലം കാണാതെ പോയിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മീതെ ഒരു വയലിൻ വന്ന് വീഴട്ടെ. അപ്പൊ ഇത്ര നേരം പറഞ്ഞ പച്ച കള്ളം അല്ലേ? ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം മേയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഗണ്ണ് ആരെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. ഒരു പക്ഷേ അങ്ങനെ അടിച്ചു മാറ്റിയത് ടോണി ആയിരിക്കോ? ഇന്നലെ അവൻ മേയർ അങ്കിളിനോട് കണ്ണ് വേണമെന്ന് ചോദിച്ചതാ. ടോണി, ഒരു മിനിറ്റ്, ഒന്നിങ്ങ് വരുമോ? അവന്മാരിപ്പോ ഗണ്ണ് തെരഞ്ഞോണ്ടിരിക്കുന്ന തോന്നുന്നേ. ഏതായാലും ആ ഗണ്ണിനെ ഞാൻ എന്റെ ഡീ പോക്കറ്റിൽ മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അവര് എന്റെ പോക്കറ്റ് ചെക്ക് ചെയ്താലും അത് കണ്ടെത്താനാവില്ല. ടോണി, നീയല്ലേടാ മേയർ അങ്കിളുടെ വീട്ടിൽ നിന്ന് ഗണ്ണ് അടിച്ചു മാറ്റിയത്? ഏത് ഗണ്ണ്? അത് കൊള്ളാം. അപ്പൊ ആ ഗണ്ണിന്റെ കാര്യം പറയാണോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ ഞാൻ പോവുക. ഞാൻ വീട്ടിലേക്ക് പോവാ. എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ടോണി ഇത്ര ടെൻഷനായി ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവൻ എന്തോ ഗുലുമാൽ ഒപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. ഞാൻ ഇപ്പോൾ തന്നെ ഫോർമുല നമ്പർ 256 ആക്ടിവേറ്റ് ചെയ്തേക്കാം. എന്നെ ഞാൻ സ്വയം മാഗ്നറ്റൈസ് ചെയ്തേക്കാം. ഒരു പക്ഷേ അയൺ ഗൺ ടോമിയുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നടക്കുന്ന കോമഡി നീ കണ്ടു രസിക്കൂ. ആരാണ് എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുന്നത്? അത് കൊള്ളാം. ദാ കിട്ടി ഗൺ. അപ്പൊ നീ ഗണ്ണ് ഇവിടെയാ മറച്ചു വെച്ചിരിക്കുന്ന അല്ലേ? കാട്ടിൽ മയിൽ ആടിക്കൊണ്ടിരിക്കും, ടോണി ബോസ് എപ്പോഴും മോഷ്ടിച്ചോണ്ടിരിക്കും. ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ആ ഏലിയൻ പറഞ്ഞത് ഈ ഗണ്ണിനെ അവന്റെ മുത്തശ്ശൻ
100 വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുന്നല്ലേ? ഈ ഗണ്ണിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ ഇതുണ്ടാക്കിയിട്ട് വെറും 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏലിയൻ അങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനാ ഈ ഗണ്ണ് സ്വന്തമാക്കുന്നത്? ഇത് കണ്ടോ കീക്കോ? ഇന്റർനെറ്റിൽ ഈ ഗണ്ണിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? ഇതൊരു ആന്റിക് ഗണ്ണാണ്. ഓരോ ആന്റിക് സാധനവും വളരെ വളരെ കോസ്റ്റ്ലി ആണ്. ഒരുപക്ഷെ ഇതവൻ തേടി കണ്ടെത്തി നല്ല വിലക്ക് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാന്ന് കരുതിയിട്ടുണ്ടാവും. അതെ, പക്ഷെ നമ്മുടെ പ്ലാനറ്റിലെ കാശ് അവന്റെ പ്ലാനറ്റിൽ യൂസ് ആവില്ലല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എന്തോ ഗുലുമാൽ എനിക്ക് ഒപ്പിച്ചിട്ടുണ്ട്. തോന്നുന്നത് ആരോ ഒരുത്തൻ ഭയങ്കര ഫ്രോഡ് ചെയ്യുന്നുണ്ടെന്നാണ്. ആദ്യം നമ്മൾ അത് കണ്ടെത്തണം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഏലിയൻ ഏത് ഭാഗത്തേക്ക് കൈ നീട്ടിയാലും അവിടെയൊക്കെ ബോംബ് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഇവിടെയുള്ള റോഡ്സ് മുഴുവനും സ്കാൻ ചെയ്യ്. അപ്പൊ അതാണല്ലേ കാര്യം. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് ചെക്ക് ചെയ്യാം. UFO വരുന്ന സമയത്ത് ലൈറ്റ്സ് എങ്ങനെയാ ഫ്ലിക്കർ ആയെന്ന് നോക്കാലോ. ഇനിയാ ഏലിയൻ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പൊ അവന്റെ എല്ലാ ടെക്നിക്സും എനിക്ക് മനസ്സിലായി. ഈ ഗണ്ണൊക്കെ ഡമ്മിയാണ്. ഏലിയൻ ഇപ്പോ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. നീയും ഡമ്മി തന്നെയാണ് ഏലിയൻ. ദേ നോക്ക്, ദേഷ്യം വന്നപ്പോ നിന്നെ തന്നെ മറന്ന് നീ മലയാളം സംസാരിച്ചു. ഏലിയനെ പോലെ ഞാൻ ഡമ്മിയായിട്ട് വന്നതാ. ആന്റി സാധനം തേടി വന്ന ഞാൻ അസ്ലി. കീക്കോ, എന്നെ കുറിച്ചുള്ള സത്യം നീ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് സംശയം തോന്നിയത്? ഞാനൊരു കാര്യം മനസ്സിലാക്കി. ആ ആന്റിക് ഗൺ കൊണ്ടുപോയി വിറ്റാൽ ഒരുപാട് കാശ് കിട്ടുന്നതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കാശ് വെച്ച് ഏലിയൻ എന്ത് ചെയ്യാനാ. പക്ഷേ ആ ബോംബുകളൊക്കെ ബ്ലാസ്റ്റ് ആയില്ലേ? പിന്നെ ലൈറ്റ്സ് പെട്ടെന്ന് ഫ്ലിക്കർ ആയത്. ഓൾറെഡി ആ ബോംബൊക്കെ അവൻ ഈ സൺസിറ്റി റോഡിനകത്ത് കുഴിച്ചു വെച്ചതാണ്. അതവൻ കയ്യിൽ മറച്ചു വെച്ചിരുന്ന റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ബ്ലാസ്റ്റ് ആക്കിയിരിക്കുകയാണ്. നീ ജാമർ വെച്ചവൻ ലൈറ്റ്സ് എല്ലാം ഫ്ലിക്കർ ചെയ്തതാ. എന്താടാ നീ വളരെ ബുദ്ധിമാനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഈ ബോംബ് എന്താ ബ്ലാസ്റ്റ് ആവാത്തെ? എന്റെ റിമോട്ടറിന്റെ ബാറ്ററി ഡൗൺ ആയി പോയോ? ബാറ്ററി എല്ലടാ ഡൗൺ ആയത്. നീ കുഴിച്ചു മുടി വെച്ച എല്ലാ ബോംബുകളും ഞാൻ തോണ്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ദീപാവലി സമയത്ത് പൊട്ടിച്ച് കളിക്ക്. മര്യാദയ്ക്ക് ആന്റി ഗൺ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നേക്ക്. ആ ഗൺ എനിക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവര് രണ്ടുപേരെയും ഒരു വഴിയാക്കാതെ വിടില്ല. ഏലിയന്റെ വശത്തിൽ വന്നവൻ നഗ്ലി. ആന്റി കടിച്ചു മാറ്റിയവന്റെ പേര് അസ്ലി. സൂപ്പർ സ്പീഡോ, നമ്മൾ റോഡ് വഴി UFOയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മൊത്തം സൺസിറ്റിയെ നശിപ്പിച്ചു കളയും. വേഗം ഫോർമുല നമ്പർ 33 അപ്ലൈ ചെയ്യേ, എന്നിട്ട് അവനെ ഫോളോ ഓക്കേ ചെയ്യ്. ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 33. ഈ ആന്റി കണ്ടുപിടിച്ച് ഞാൻ കാശുണ്ടാക്കും. ഞാൻ വളരെ വലിയ പണക്കാരനായി മാറും. അതിനുശേഷം എയ്റോപ്ലെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് ഇതുപോലെ ഒരുപാട് UFO ഞാൻ റെഡിയാക്കി എല്ലാ ലോകവും ഞാൻ കൊള്ളയടിച്ചിരിക്കും. ഏലിയനെ പോലെ വരുമ്പി നക്ലി, ആന്റിക് സാധനം അടിച്ചോണ്ട് പോകുന്നവൻ അസ്ലി. ആദ്യം ഞാൻ ഇവന്മാരെ രണ്ടുപേരെയും വകവരുത്തിയിട്ടുള്ള ബാക്കി കാര്യം. അതെ കീക്കോ, അവനിപ്പോ നമ്മുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വരുന്നത്? കീക്കോ, UFOയുടെ ആ സ്ട്രൈക്ക് ഭയങ്കര പവർഫുൾ ആയിരുന്നു. എന്റെ ടോട്ടൽ സിസ്റ്റവും ഹാങ് ആയി എന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഇനി അടികൊള്ളാൻ പോകുന്നത് നമ്മളല്ല, പക്ഷേ അവനായിരിക്കും. ഫോർമുല നമ്പർ 888. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 888. അവന്മാർ രണ്ടാളും എവിടെയാ
ഇപ്പം ഞാൻ ഇതിനെ പമ്പരം പോലെ ചുറ്റിക്കറക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് നിന്റെ ഈ ചുറ്റിക്കളി? ബൈ ബൈ UFO. അവസാനമായി ഞാൻ നിനക്ക് വാർണിംഗ് തരികയാണ്. മര്യാദയ്ക്ക് ആ ഗൺ സറണ്ടർ ചെയ്തേക്ക്. നീയും നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. ആണോ? ശരി, ഓക്കെ. എന്ന് വന്നെ പിടിക്കടാ. ഏലിയനെ പോലെ വരും ഈ നഗ്ലി ആന്റിക് സാധനങ്ങൾ അടിച്ചോണ്ട് പോകുന്ന അസലേ. വാടാ, വന്നെ പിടിക്ക. അവന്റെ സൂട്ടിൽ കറണ്ട് സപ്ലൈ ഉണ്ട്. അവനെ തൊട്ടാൽ ഉടൻ തന്നെ എനിക്ക് കറണ്ട് ഏൽക്കുന്നു. ആദ്യം ആ സൂട്ടിനെ എന്തെങ്കിലും ചെയ്യണം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 424. ഓക്കെ ഡ്യൂഡ്, ഫോർമുല നമ്പർ 424 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ സൂട്ടിന് ഞാൻ ഒരു റബ്ബർ കോട്ട് കൊടുത്തേക്കാം. അപ്പൊ നീ അവനെ ടച്ച് ചെയ്യുമ്പോൾ നിനക്ക് ഷോക്ക് ഏൽക്കില്ല. കാറ്റിൽ പറന്നുകൊണ്ട് ചാടി ചാടി കിക്ക് ചെയ്യാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തതല്ലേ. ഇപ്പോ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് കിക്ക് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. പറന്ന് നടക്കുന്ന ചിറക് വെട്ടി ജയിലിലടക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞേ? സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.